ഹൈ ഫ്രണ്ട്സ്, അങ്ങനെ ഫെഡറൽ ബാങ്ക് ഓഫീസ് അസിസ്റ്റന്റ് പരീക്ഷയുടെ റിസൾട്ടൊക്കെ വന്നു. ഇന്റർവ്യൂവിനായിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്ത ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ ഇന്റർവ്യൂവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല, ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ ഒരു ട്രെയിനിങ് ബാച്ചും നമ്മുടെ നടക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ നിങ്ങൾ വിളിക്കുക. നിങ്ങൾക്കിപ്പോൾ റണ്ണിങ് ആണ് ആ ബാച്ച്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഇന്റർവ്യൂവിന് ചോദിച്ചേക്കാം. ഫെഡറൽ ബാങ്ക് ഓഫീസ് അസിസ്റ്റന്റ്, പ്രത്യേകിച്ചും ഓഫീസ് അസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പ്രൊഫിഷ്യൻസി നമുക്ക് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ചും MS വേർഡുമായി ബന്ധപ്പെട്ട്, അപ്പോൾ അല്ലെ MS ഓഫീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ്, ഒരു മാസത്തെങ്കിലും ഒരു ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നമ്മൾ ഒന്ന് അവെയർ ആയിരിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന്, വിച്ച് മെമ്മറി വർക്ക്സ് ആസ് എ ബഫർ ബിറ്റ്വീൻ CPU ആൻഡ് മെയിൻ മെമ്മറി ടു പ്രിവെന്റ് ദ പ്രൊസസർ ഫ്രം ഹാവിംഗ് ടു വെയിറ്റ്? ഇങ്ങനെ ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. എന്താ ഇതിൻ്റെ ഉത്തരം? എന്താ? നിങ്ങൾ ഓൾറെഡി നേരത്തെ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ഇപ്പോൾ പെട്ടെന്ന് പറയാനായിട്ട് പറ്റും. അതായത് CPU-നും മെയിൻ മെമ്മറിക്കും ഇടയിൽ ബഫറായിട്ട് നിൽക്കുന്ന മെമ്മറി ഏത് എന്നുള്ളതാണ്. ഇങ്ങനെ ഇതേപോലെ കടുകട്ടിയായിട്ട് ഇംഗ്ലീഷിലായിരിക്കത്തില്ല ചോദിക്കുന്നത്, ജസ്റ്റ് മലയാളത്തിൽ തന്നെ ആയിരിക്കും ചോദിക്കുക. എന്താ ഇതിൻ്റെ ആൻസർ? ക്യാഷെ മെമ്മറിയാണ് അല്ലേ? ക്യാഷെ മെമ്മറിയാണ് അങ്ങനെ വരിക. കമ്പ്യൂട്ടറിൽ ഏറ്റവും സ്പീഡുള്ള മെമ്മറികളിലൊന്നാണ് ക്യാഷെ മെമ്മറി. CPU-നും മെയിൻ മെമ്മറി ആയിട്ടുള്ള റാമിനും ഇടയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ് ആരെന്ന് പറയുന്നത്? ക്യാഷെ മെമ്മറി അല്ലേ? അത് നമുക്ക് അറിയണം. ദെൻ ഹൗ ക്യാൻ ടെക്നോളജി ഹെൽപ്പ് എ ബാങ്ക് റൺ മോർ എഫിഷ്യൻലി? ഇങ്ങനെ ഒരു ചോദ്യം വന്നേക്കാം. ഒരു ബാങ്കിന്റെ പ്രവർത്തനത്തിൽ ടെക്നോളജി ഏതെല്ലാം വിധത്തിൽ സഹായിക്കുന്നു എന്നുള്ള ചോദ്യം നമുക്ക് മുന്നിൽ വന്നേക്കാം. എങ്ങനെയൊക്കെ സഹായിക്കുന്നു? ഓൺലൈൻ ബാങ്കിങ് വഴി, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് പേയ്മെന്റുകൾ വഴി അല്ലേ? അപ്പോൾ അതൊക്കെ ഇപ്പോൾ ബാങ്കിലെ ഇടപാടുകൾ നടത്താനായിട്ട് ബാങ്കിൽ എത്തണമെന്നില്ല. വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ മൊബൈലിൽ കൂടെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി, മൊബൈൽ ബാങ്കിങ്ങിന്റെ സഹായത്തോടു കൂടി, നെറ്റ് ബാങ്കിങ്ങിന്റെ സഹായത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ ബാങ്കിങ് മേഖലയിൽ വലിയ വിപ്ലവങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് പറയാനായിട്ട് സാധിക്കും. പിന്നെ നോളജ് ഓഫ് കോമൺ കീബോർഡ് ഷോർട്ട് കട്ട്സ്, കീബോർഡുകളുടെ ഷോർട്ട് കട്ടുകൾ, പ്രത്യേകിച്ചും MS വേർഡ്, MS എക്സലുമായി ബന്ധപ്പെട്ട കീബോർഡുകളുടെ ഷോർട്ട് കട്ടുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ യൂഷ്വലി നമ്മൾ Ctrl+C, Ctrl+X, Ctrl+V ഒക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത്തരം കീബോർഡ് ഷോർട്ട് കട്ടുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നുള്ള ചോദ്യങ്ങളും വന്നേക്കാം. കാരണം അതൊക്കെ നമ്മുടെ ടൈപ്പിംഗ് പ്രൊഫിഷ്യൻസിയും പെട്ടെന്ന് നമുക്ക് ടാസ്കുകൾ ചെയ്യാനുള്ള കാര്യങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഓഫീസ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ റിലേറ്റ് ചെയ്തിട്ടുള്ള, ടൈപ്പിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങളൊരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡോക്യുമെന്റിന്റെ കോപ്പി എടുക്കുകയാണ്, അത് കറക്റ്റായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണ്, നിങ്ങൾ അതിലേക്ക് എൻ്റർ ചെയ്യുകയാണ്, ഡേറ്റ എൻ്റർ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കറക്റ്റായിട്ടാണ് വന്നത് എന്ന് എങ്ങനെ ഉറപ്പാക്കും എന്നുള്ളൊരു ചോദ്യം നമുക്ക് മുമ്പിൽ വന്നേക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ ഒറിജിനൽ സോഴ്സ് ഡോക്യുമെന്റുമായിട്ട് ഒത്തുനോക്കും, അല്ലെങ്കിൽ എക്സലിൽ തന്നെയുള്ള അങ്ങനെ ചെക്കിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്തരം ചെക്ക് ചെയ്യാനുള്ള, വെരിഫിക്കേഷൻ നടത്താനുള്ള ടൂളുകളുണ്ട്. അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ അതൊക്കെ പറയുന്നതിന് മുമ്പ്, പറയുന്നതിന് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ചിലപ്പോൾ ആ കാര്യത്തെക്കുറിച്ചായിരിക്കും. അപ്പോൾ അതിന് ആൻസർ നമുക്ക് അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ അത് അവതരിപ്പിക്കാവൂ. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത് ചോദ്യങ്ങൾ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിലേക്ക് ഇന്റർവ്യൂവേഴ്സിനെ വേണമെങ്കിൽ എത്തിക്കാം. അങ്ങനെ വേണം നമ്മൾ ആൻസേഴ്സ് പറയാനായിട്ട്. പിന്നീട് ഫയർവാൾ എന്താണ്? ഫയർവാൾ എന്ന് വെച്ചാൽ എന്താണ്? നെറ്റ്വർക്ക് സിസ്റ്റം ദാറ്റ് മോണിറ്റേഴ്സ് ആൻഡ് കൺട്രോൾസ് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക് ബേസ്ഡ് ഓൺ പ്രീ ഡിറ്റർമൈൻഡ് സെക്യൂരിറ്റി റൂൾസ് അല്ലേ? അപ്പോൾ ഒരു സെക്യൂരിറ്റിക്ക് നമ്മൾ വെക്കുന്ന, പ്രത്യേകിച്ച് ഇന്റർനെറ്റുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സെക്യൂരിറ്റി വാളാണ്, നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു സെക്യൂരിറ്റിയാണ് ഫയർവാൾ, ഇന്റർനെറ്റ് ഫയർവാൾ നമ്മൾ പറയുന്നത്. സോംബി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന സോംബികൾ അല്ലേ? പുതിയ സിനിമകളിലൊക്കെ ഉണ്ട്, ഹോളിവുഡ് സിനിമകളിൽ, കൊറിയൻ സിനിമകളിലൊക്കെ ഉണ്ട്. അതാണോ സോംബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കമ്പ്യൂട്ടറുമായി റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇറ്റ് ഇസ് എ കമ്പ്യൂട്ടർ കണക്റ്റഡ് ടു ഇന്റർനെറ്റ് ദാറ്റ് ഹാസ് ബീൻ കോംപ്രമൈസ്ഡ് ബൈ എ ഹാക്കർ, കമ്പ്യൂട്ടർ വൈറസ്, ട്രോജൻ ഹോഴ്സ് പ്രോഗ്രാം. അതായത് ഒരു ഹാക്കർ ഹാക്ക് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആകാം, അല്ലെങ്കിൽ ഒരു ട്രോജൻ ഹോഴ്സ് ഹാക്ക് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആകാം. അത് പുറത്തുനിന്ന് എക്സ്റ്റേണലി റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും ബാങ്കിങ് മേഖലയെ സംബന്ധിച്ച് സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരം സോംബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ടായിട്ട് ഒരാൾ, ഒരു ഹാക്കർ ആകാം, അല്ലെങ്കിൽ ഒരു വൈറസ് ആകാം, പുറത്തുനിന്ന് ഈ കമ്പ്യൂട്ടറിൻ്റെ ഇടപാടുകളെ കൺട്രോൾ ചെയ്യുന്ന പരിപാടിനെയാണ് അങ്ങനെ മാറിപ്പോകുന്നതിനെയാണ് സോംബി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്തരം ടെർമിനോളജീസ് അറിയുക, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുക. ഇത് കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് വരാം. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ ഐപ്ലസിൻ്റെ ഇന്റർവ്യൂ ട്രെയിനിങ് പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. ഇന്റർവ്യൂ ട്രെയിനിങ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ക്ലാസ്സുകളൊക്കെ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു, നിങ്ങൾക്ക് അതിലേക്ക് ആക്സസ് കിട്ടുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.